ഹലോ, എല്ലാവർക്കും രാവിലെ ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഇതേ അടുക്കളപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഞാനിതാ രാവിലെ തന്നെ കുറച്ച് പരിപാടികളായി. ഇതാ മീനൊക്കെ ഇന്നലെ വാങ്ങിച്ചു വെച്ച മീനുണ്ട്. ഇതേ കണ്ടല്ലോ, ഇത്രയും മീനുണ്ട്. ഇതാ വള്ളിക്കൊഴിയുള്ള മീനാണ്. പിന്നെ ഞാൻ കുറച്ച് ചൂരമീൻ കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. അതിനെ എടുക്കുന്നത് ഫ്രൈ ചെയ്യാം. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇന്ന് കറി വെക്കണില്ല. മീനൊന്ന് ഫ്രൈ ചെയ്യാം. പുതിയ രീതിയിലാണ് ഒരു ഫ്രൈ ചെയ്യണത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ, കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ ദേ അരിയൊക്കെ തിളച്ച് കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ റബ്ബർ പാലൊക്കെ എടുക്കാൻ പോണ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ റബ്ബർ പാലെടുക്കാൻ പോകേണ്ടത് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കോരണില്ലേ, അവിടെ പമ്പ് സെറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ കോരി എടുക്കുന്നതാണ്. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ലല്ലോ, എന്താ അങ്ങനെ കോരണതിന്. എന്നോട് എല്ലാവരും ചോദിച്ചു ഇങ്ങനെ എന്താ വെള്ളം കൊണ്ട്. അപ്പുറത്തെ വീട്ടിലാണ്, അവർ വീട്ടിൽ പൈപ്പ് സെറ്റ് വച്ചിട്ടില്ല, വയ്ക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് വച്ചില്ല. അവർക്ക് റോഡ് പൈപ്പിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ ഈ രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എന്തോ ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നും, പാലൊക്കെ ഇരിപ്പുണ്ട് എന്നാലും വേണ്ട, ഒരു ചായ ഇട്ട് തന്നെ അങ്ങ് കുടിക്കാമെന്ന് തീരുമാനിച്ചു. അത് കട്ടൻ ചായയാണ്, തേയില വെള്ളം ഇട്ട് കുടിക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, രാവിലത്തെ പണികളൊക്കെ ഉണ്ട്. റബ്ബർ പാലെടുക്കണ എന്നും കാണിച്ചാൽ നിങ്ങളെന്നെ പറയില്ലേ, ഒക്കെ വേറെ ജോലിയില്ലേ, എന്ന റബ്ബർ പാലെടുപ്പും തൂക്കക്കും വാരക്കവും മാത്രമാണോ കാണിക്കുക. ഞാൻ ഇന്ന് നല്ല സൂപ്പർ ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതൊന്ന് കാണണം. പിന്നെ ഞാനിത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തു. അമ്മിയൊക്കെ ഒന്ന് കഴുകി പറക്കിയിടാം. ഇന്ന് വലിയ ജോലികളൊന്നുമില്ല, ചെറിയ രീതിയിലൊരു തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ്. രാവിലെ ചോറൊക്കെ വെച്ചു, പിന്നെ മീൻ ഫ്രൈ അടിച്ചു. ഇന്നലത്തെ രസമുണ്ട്, ഇന്നലത്തെ മീൻകറിയുണ്ട്. പിന്നെ ഒരു ചെറിയ മെഴുക്ക് പുരട്ടുണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്കൊരു മുട്ടയും കൂടെ ഫ്രൈ ചെയ്തില്ല, പൊരിച്ചെടുത്തു. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ച ഊണായിരുന്നത്. ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതേ അമ്മിയെല്ലാം കഴുകി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അരി വടിക്കുക, അടുക്കളപ്പണികൾ ചെയ്യുക. രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വച്ചു കഴിഞ്ഞു. ദോശ കിട്ടില്ല, ചമ്മന്തിയെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ഞാനൊന്നല്പം വൈകിയാണ് വിളയിലോട്ടൊക്കെ പോണത്. ഇനി അടുത്തതാ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കാനുണ്ട്. അങ്ങനെ അരിയൊക്കെ തിളച്ച് ഏകദേശം വേവാറായി. പിന്നെ എന്താ പറയുക, കുറച്ച് തേങ്ങ ഒന്ന് തിരുമണം കേട്ടോ. തേങ്ങ തിരുമണത് വേറൊന്നിനുമല്ല, കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ തിരുമണം. പിന്നെ വേറെ പറയത്തക്ക ജോലികളൊന്നുമില്ല, പോയിട്ട് വന്നിട്ട് ബാക്കി ജോലികൾ. ഇപ്പം തൽക്കാലം കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ തിരുമ്മി വച്ചിട്ട് പോവാം. രാവിലേക്ക് ദോശയ്ക്ക് ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് കുറച്ച് തേങ്ങ തിരുമ്മി അങ്ങ് വച്ചിരുന്നാൽ പിന്നെ വൈകുന്നേരം കുഞ്ഞിന് ദോശ കൊടുക്കാനൊക്കെ ചമ്മന്തി അരയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എന്നോട് എല്ലാവരും ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത് കേട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതാ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് ഇതാ 2 സ്പൂണ്, ചെറിയ സ്പൂൺ 2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയ ശേഷം അടുപ്പിലങ്ങ് വയ്ക്കാം. അടുപ്പിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ലവണ്ണം ഒന്ന് ചൂടായി വരണം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് അതിനെയും കൂടി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നല്ലവണ്ണം മൊരിയൊന്നും വേണ്ട, നല്ലവണ്ണം വാട്ടിയെടുക്കണം. നല്ലവണ്ണം വാടി വരുന്നതിന് ശേഷം നമുക്ക് കൂട്ടൊക്കെ അങ്ങനെ ചിക്കി നിരത്തിയൊക്കെ വച്ചിട്ട് നമ്മളെ മീൻകുട്ടന്മാരെ പറക്കി അരി വെച്ച് കൊടുക്കാം. അതിൽ ഒരു കൊഴിയാള മീനുണ്ടായിരുന്നു കേട്ടോ, കണ്ണൻ കൊഴിയാള. പിന്നെ ചൂര മീനിനെയൊക്കെ പറക്കി വെച്ചു. ഒരു കണ്ണൻ കൊഴിയാള മീനുണ്ടായിരുന്നു, അതിനെയും കൂടെ പറക്കി വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു.